പുരുഷന്മാർക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ഈ പ്രിവിലേജസ് അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും കരയേണ്ടി വരില്ല. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരനുഭവിക്കുന്ന സംഘർഷങ്ങളിൽ ചിലപ്പോൾ 1-2 പേഴ്സൺസ് മാത്രമായിരിക്കും അവരുടെ ജീവിതമൊക്കെ ഒതുങ്ങിക്കൂടുന്നത്. പക്ഷേ ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവർക്ക് കുറേ കൂടെയൊക്കെ വിശാലത ഉണ്ടാവും, ലോകം മുഴുവനും അവരെ കൂടെ നിൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ പുരുഷന്മാരുടെ ഈ പ്രിവിലേജ് വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവോഴ്സിൻ്റെ കേസിൽ രണ്ടുപേരും ഒരേ ഭാരം അനുഭവിക്കുമ്പോഴും സ്ത്രീകൾക്കല്ലേ വെയിറ്റേജ് കൂടുതൽ ഫിറോസെ? അങ്ങനെയുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എപ്പോഴും എത്തുന്നത് അവരുടെ ഒരു പ്രൊട്ടക്ഷനിലാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പം ഒരേ രീതിയിലാണ്. ഞാൻ ഡെയിലി അവനെ വിളിക്കുന്നു, ഡെയിലി വീഡിയോ കോൾ വരുന്നു, എല്ലാ ആഴ്ചയിലും അവനെ പോയി കാണുന്നു. സജിനെ അതേപോലെയാണ്. അപ്പോൾ എൻ്റെ ലൈഫ് വെച്ച് എനിക്ക് പറയാൻ പറ്റും, എനിക്ക് വേറെ ആളുടെ ലൈഫ് വെച്ച് ബ്ലെയിം ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരേ ഉത്തരവാദിത്വമാണ്. കാരണം ഇതിനകത്തെല്ലാം അൾട്ടിമേറ്റ് ഒരു സാധനമുണ്ട്. എന്തൊക്കെ ഫിലോസഫി പറഞ്ഞാൽ സ്നേഹം എന്നൊരു സാധനം വേണം. മനസ്സിലായി? ഈ സ്നേഹം എവിടെയുണ്ടോ അവിടെ എല്ലാം ഉണ്ടാവും. അത് പിന്നെ കാണിക്കലൊന്നുമില്ല, നീ ഇത്ര ആഴ്ചയിൽ വന്ന് കാണാൻ ഇത്ര രൂപ കുഞ്ഞിന് കൊടുക്കുക, ഒന്നും വേണ്ടത്. സ്നേഹം കൊണ്ട് എല്ലാം താനേ വന്നോളൂ. അല്ല, പക്ഷേ പൊതുവിൽ നമ്മുടെ ഈ കുടുംബങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഈ അമ്മമാരോടായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ സ്നേഹവും ബഹുമാനം മീൻസ് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങളും അവരുമായിട്ടായിരിക്കും. പക്ഷേ ഒരു പുരുഷനായിരിക്കും ഒരു സാമ്പത്തികമായിട്ട്. എന്തുകൊണ്ടാണെന്നറിയോ അത് കൂടുതൽ ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അമ്മമാരാണ്. പക്ഷേ ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടുപേരും വർക്കിന് പോകുന്ന ആൾക്കാരാണ്. സോ ഞങ്ങളടുത്ത് രണ്ടുപേരുടെ ഒരേ സ്നേഹമാണ് കുഞ്ഞിന്. ഒരുപക്ഷെ എൻ്റെ അടുത്തായിരിക്കും കൂടുതൽ സ്നേഹം. മനസ്സിലായി? മറ്റേന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മൾ എപ്പോഴും നമ്മുടെ കൺചുറ്റിലുള്ളവരുടെ അടുത്തായിരിക്കും നമ്മൾ എപ്പോഴും സ്നേഹം. നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. ഈ പറഞ്ഞതുപോലെ കണ്ണകലുമ്പോൾ കൽബകലും. നമ്മൾ കുറച്ച് നാൾ ഒരാളെ കാണാതെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയവും അകലും. അതൊരു പഴഞ്ചൊല്ലാണ്, പണ്ട് പറഞ്ഞു വെച്ചിട്ട് എത്ര സത്യമായ ഒരു കാര്യമാണത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൂടെ തന്നെ ഉള്ള ആരാണ്. അപ്പം അമ്മയായിരിക്കുമല്ലോ എപ്പോഴും കൂടെ ഉണ്ടാകുന്നതും അവന് ചോറ് കൂട്ടുന്നതും അവനെ വേണ്ട എല്ലാ കുളിപ്പിക്കുന്നതും പല്ല് ഏൽപ്പിക്കുന്നതും എല്ലാം അമ്മയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ്, അല്ലാതെ പ്രസവിച്ചത് കൊണ്ട് മാത്രമല്ല. ഇതുമായിട്ട് ബന്ധമില്ല. ഇപ്പം ഈ കൂടെ ആരാണോ ഈ ഇത്രയും ഇതായിട്ട് കെയറായിട്ട് നിൽക്കുന്ന അവരുടെ അടുത്ത് സ്നേഹം കൂടും. ഇതൊരു അച്ഛൻ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണെങ്കിൽ അച്ഛനടുത്ത് തന്നെ ആയിരിക്കും സ്നേഹം ഉറപ്പ്. അമ്മ ജോലിക്ക് പോകുന്ന അച്ഛനാണ് ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത്. അച്ഛൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അച്ഛൻ്റെ കൂടെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് അതിന്. അച്ഛൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും സ്നേഹം. ഇപ്പോൾ ഈ ഫിറോസ് ബ്രീത്ത് ചെയ്യുന്ന ഓരോ സ്പേസിലും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ മിസ് ചെയ്യുന്നത് എന്താണ്? സജന ഇല്ലെങ്കിൽ നടക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് സജന ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്ന് തോന്നുന്ന ചില സ്പേസസിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും ഈ 10 വർഷത്തിനിടയ്ക്ക്. മിസ്സിങ് എന്താണ്? അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് മിസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു മിസ്സിങ് എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. മകന് ഈ പേരൻസിനെ ഒരേ സമയം ഒരുമിച്ച് സ്നേഹത്തോടെ കിട്ടില്ല എന്നൊരൊറ്റ കാര്യത്തിലേ ഉള്ളൂ ദുഃഖം. അല്ല, ഡിവോഴ്സിന് ശേഷം അത് സാധ്യമാവുമല്ലോ. സാധ്യതയാവുമെങ്കിൽ ഒരിക്കലും നേരത്തെ നമ്മൾ ഭാര്യയും ഭർത്താവും ഇരുന്ന കണക്ക് ഒരിക്കലും മോൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാനോ അത് ഒരിക്കലും പറ്റില്ല, നമ്മൾ ചെയ്യത്തുമില്ല. മനസ്സിലായി? അതിനൊരു ഒരു ഒരു അകൽച്ച ഉണ്ടാവില്ല. അത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊരു ഭയങ്കര ഒരു വിടവ് തന്നെയാണ്. അതാണ് ഒരു വിഷമം എന്ന് പറയാം. അതൊരു വിഷമം തന്നെയാണ്. കാരണം എൻ്റെ കുഞ്ഞിന് ഒരിക്കലും എന്നെയും അവൻ്റെ ഉമ്മായും എൻ്റെ പപ്പായും എൻ്റെ ഉമ്മയും ഒരിക്കലും ഒരുമിച്ച് പഴയ സ്നേഹത്തോടെ അവന് കിട്ടില്ല, പഴയ അടുപ്പത്തോടെ കിട്ടില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ, വേറെ ഒന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. ഇതാണ് അതിനകത്ത് ഏറ്റവും അനുഭവിക്കാൻ പോകുന്നത്, മിസ് ചെയ്യുന്നതുമായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. ചുറ്റും നിൽക്കുന്നവരെന്ന് നമ്മൾ കരുതിയ, നമ്മൾ കൂടെ നിൽക്കുമെന്ന് കരുതിയവരൊക്കെ കൂടെ നിൽപ്പുണ്ടോ? ഞാൻ കൂടെ നിൽക്കുമെന്ന് എൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ്, അതായത് ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാം അല്ല, നമ്മുടെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജ് കഴിഞ്ഞ് ഞാൻ കൂടെ, കാരണം അപ്പോഴത്തേക്ക് കുറേ പഠിച്ചിരുന്നു. ആദ്യമൊക്കെ എല്ലാവരെയും നമ്മളെ കൂടെ നിർത്തുമല്ലോ, നമ്മൾ അറിയില്ലല്ലോ, അപ്പോൾ അനുഭവങ്ങൾ വരുമല്ലേ. അപ്പോൾ മനസ്സിലായി കുറേ പേര് ഫെയിം കണ്ടുകൊണ്ട് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു നല്ല ടൈം ഉള്ളപ്പം വരുന്നവരുണ്ട്. നമ്മുടെ മോശം ടൈമിൽ എല്ലാവർക്കും അറിയാവുന്നവരാണ്. നമ്മുടെ മോശം ടൈമിൽ നമ്മുടെ കൂടെ എല്ലാവരും ഒന്നും നിൽക്കണമെന്നില്ല. വളരെ തുച്ഛം. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഫിൽറ്റർ ചെയ്തൊരു 3-4 പേരുള്ള എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. മനസ്സിലായത്? നമ്മൾ മോശം സമയത്ത് നിൽക്കുന്നവരാണ് ഈ യഥാർത്ഥ സുഹൃത്തുക്കൾ. ഒരുപാട് ആദ്യമൊക്കെ പണ്ടൊക്കെ ഈ ഡേഞ്ചറസ് ബോയ്സിൻ്റെ ഒക്കെ സമയത്തിൽ 100 കണക്കിന് ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക്. 100 കണക്കിന് ഫ്രണ്ട്സ്. അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ. എനിക്ക് സ്നേഹമുണ്ട് ഉള്ളിൽ ഇപ്പോഴും, അവരെയൊക്കെ കാണണമെന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പോയി. ഈ നല്ല രീതിയിൽ പെരുമാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഫിറോസ്. അല്ല, ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ തന്നെ പെരുമാറുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിവോഴ്സിന്റെ ഈ ഇന്റർവ്യൂ സജന കൊടുത്തതിന് ശേഷം സജനെ വിളിച്ച് സംസാരിച്ചോ? ഇല്ലെങ്കിൽ സജന വിളിച്ച കോൾസ് ഒക്കെ? ഡെഫിനറ്റ്ലി ആ ഷോക്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അവൾ ആ ഇന്റർവ്യൂ കൊടുത്തപ്പോഴാണ് ശരിക്കും റിയലൈസ് ചെയ്തത് ഞാൻ, ഇപ്പോൾ ഇങ്ങനെ. കാരണം അതൊരു സീരിയസ് മാറ്ററാണ്, ലോകത്തെ അറിയിക്കുക എന്ന് പറയുന്നത്. ഞങ്ങൾ അതുവരെ ഡിവോഴ്സിന് അവിടെ അഡ്വക്കേറ്റ് അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞെങ്കിലും
അതങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു പക്ഷേ തിരിച്ചു വന്നില്ലെങ്കിൽ പോലും അതങ്ങ് റിയലൈസ് ചെയ്യുന്നില്ല. കാരണം അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടേ ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അത് ഇപ്പം ഈ പറയുന്ന വികാരങ്ങൾ എനിക്ക് മാത്രമേ ലോകത്ത് ഫീൽ ചെയ്യത്തുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം ഇതേ വികാരത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം. സോ അത് ആ ഫസ്റ്റ് പേര് മാറ്റിയപ്പോൾ ചെറിയൊരു ഷോക്കായി. പിന്നെ അത് കഴിഞ്ഞ് ഡിവോഴ്സ് എന്നുള്ളത് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നൊരു ചാനലിൽ പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ റിയലൈസ് ചെയ്തത് ശരിക്കും ഇത് ഡിവോഴ്സ്, ഞങ്ങൾ പിരിയാൻ പോവുകയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ചിട്ട് 2 ദിവസം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു. ഇത് അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടറിയാം വിളിക്കുന്നവരൊക്കെ ഇത് കേട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. 90% ആൾക്കാരും സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. അതിൽ കുറച്ച് പേരെ കാണത്തുള്ളൂ നമ്മളെ ദുഃഖത്തിന് കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർ എനിക്ക് മെസ്സേജ് അയച്ചു. അത് ഇപ്പോൾ ഡിംപിൾ ബാൽ ബിഗ് ബോസിലെ കിടിലം ഫിറോസ്, ബീന ചേച്ചി, മനോജ് ഏട്ടൻ, അവരൊക്കെ ആ വാക്കുകൾ നമുക്കറിയാം വളരെ നമ്മുടെ ദുഃഖത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്നതാണ്. അവർ എന്നെ വിളിച്ച് ശല്യപ്പെടുത്താനല്ലെന്ന് തോന്നുന്നു. അവരുടെ ചില ആ വാക്ക് മെസ്സേജിനുണ്ട്, ഈ സമയത്ത് വിളിക്കുന്നത് ശരിയാണ്. അതൊക്കെ അവരുടെ നല്ല മനുഷ്യരായതുകൊണ്ടാണ്. ഒരാൾ ഇപ്പം നിങ്ങളുടെ കോമൺ സുഹൃത്തുക്കൾ ഉണ്ടാവല്ലോ, സജനയുടെയും ഫിറോസിന്റെയും കോമൺ സുഹൃത്തുക്കൾ വിളിക്കാം. അവരെല്ലാം ഈ കോമൺ സുഹൃത്തുക്കളെല്ലാം ഇപ്പോഴും പറയുന്നത്, കാരണം ഞങ്ങളുടെ നല്ല നിമിഷങ്ങൾ മാത്രം കണ്ടവരാണ്. അവരൊക്കെ പറയുന്നത് നിങ്ങൾ ഒരിക്കലും പിരിയരുത്, കാരണം നിങ്ങൾ വീണ്ടും ഒന്നിക്കും. കാരണം അവർക്ക് ഞങ്ങളുടെ ഇടയിലുള്ള എന്താണോ കാരണങ്ങൾ പുറത്തേക്കുന്ന ഒരാൾക്ക് കണ്ട് പറയാൻ പറ്റില്ല. പുറത്ത് നിൽക്കുന്നവർ ഞങ്ങളുടെ നല്ല കാര്യങ്ങൾ മാത്രമേ നല്ല നിമിഷങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഇവരൊന്നും ഈ ഘട്ടത്തിലൊന്നും, നിങ്ങളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്, തീരുമാനത്തിലേക്ക് എത്തുകയാണല്ലോ ചെയ്യുന്നത്. ആ ഘട്ടത്തിലൊന്നും ഇത് ഐഡന്റിഫൈ ചെയ്യുമോ, നിങ്ങളോട് സംസാരിക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇപ്പോൾ ഈ സജന ഈ ഇൻ്റർവ്യൂവിലൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ഞാനത് പുറത്ത് പറയത്തില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും എനിക്ക് ഒരുപക്ഷെ ഞാൻ ഷെയർ ചെയ്യത്തില്ല. കാരണം ഇതൊരു അത്രമേൽ വലിയ ദുഃഖമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. സജന വന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. കാരണം പലരും കാരണം എൻ്റെ വീട്ടുകാരും ഒക്കെ ഞാൻ മാത്രം ഇങ്ങനെ റിബലായിട്ട് നടന്നിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ കുടുംബവും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ പല മെസ്സേജുകളും തെറ്റിദ്ധരിക്കപ്പെടും, ഞാൻ എന്തോ കുറ്റക്കാരൻ. അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് കാരണങ്ങളെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ വരത്തില്ല, ഇവിടെ പോലും വരില്ല ഞാൻ. സജന വന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്നത്. സജനയുടെ ഈ വർത്തമാനങ്ങളിൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ തെറ്റിദ്ധാരണകളോ ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തെറ്റലുകളോ ഒക്കെ വരുന്നത് മനസ്സിലാവുമല്ലോ. ആ സമയത്തൊക്കെ അയാൾ എന്തായിരുന്നിരിക്കും ഒരുപക്ഷെ ഫിറോസിന് പറഞ്ഞിട്ടുണ്ടാവുക? ക്വാളിറ്റേറ്റീവായ ടൈം ഇല്ലെന്നാണോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇത് കുറേ ആയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഇത് വർത്താനം തുടങ്ങിയിട്ടുണ്ടാവുക, ഷൗട്ട് ചെയ്യുന്നൊരു സ്ഥലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം തന്നെ, നേരത്തെ ഇത് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല. ഞാൻ ഒരു ഷൗട്ട് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനല്ല. ഈ ഒന്ന് പറഞ്ഞ രണ്ടാമതിന് സജന എനിക്കൊന്നും ഞാൻ അടിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ സ്ത്രീകളെ ഞാൻ അടിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. ഞാൻ ഷൗട്ട് ചെയ്യലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, മയത്തിൽ തന്നെ എല്ലാം പറയുന്നത്. അപ്പം അത്ര ഒരു കാറ്റഗറി തന്നെ ആദ്യം ഞാൻ ക്ലോസ് ചെയ്യാം. കാരണം ഈ സാധാരണ നമ്മൾ കാണുന്നില്ല, അടി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ദേഷിച്ച് സംസാരിക്കുക, ആ ഒരു പ്രകൃതമേ അല്ല എനിക്ക്. ഞാൻ അത്ര ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇടപെടുന്ന വേറെ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ദേഷിച്ചോ അല്ലെങ്കിൽ ബ്രൂട്ടലായിട്ട് മറ്റേ ഇതൊന്നും കാണിച്ചിട്ടുള്ളതൊന്നുമല്ല. മനസ്സിലായോ? അത് ഉദാഹരിച്ച് പറയാവോ? ഒരു സിറ്റുവേഷനെ പറയാവോ? ഉദാഹരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചില ചോദ്യങ്ങൾ വെച്ചപ്പോൾ എന്ത് ചിരിയോടുകൂടി അങ്ങനെ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് വളരെ ചില ദേഷ്യപ്പെട്ട് വരുന്നൊരു സിറ്റുവേഷൻ. എന്താണ്, അപ്പം രാവിലെ ചായ ഇട്ട് തന്നില്ല, സിമ്പിളായിട്ടൊരു കാര്യം പറയാം, ചായ ഇട്ട് തന്നില്ല എന്ന് വരും. അപ്പം ഞാൻ എനിക്കൊരു ചായ വേണം, എന്നിട്ട് തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്ന ചായ ഇട്ട് ആൾ തന്നില്ലെന്ന് കൂട്ടിക്കോളൂ, തന്നില്ല. ഞാൻ അതിനെങ്ങനെ മറുപടി പറഞ്ഞാൽ നീ എന്താ ചായ ഇട്ട് മറ്റേ ഇതല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പതുക്കെ പോയി ഞാൻ ചായ അവൾക്ക് കൂടെ ഇടും, ഇട്ടിട്ട് അവളെ കുടിച്ചോണത്തിൽ എന്താ കുടിമോളെന്ന് പറഞ്ഞ് ഉണ്ണായി കൊടുത്തിട്ട് കുടിക്കും. അപ്പൊ അവക്കൊരു മനുഷ്യൻ അപ്പൊ അതിനകത്ത് സ്നേഹമുണ്ട്. അടുത്ത പ്രാവശ്യം അവളെ ഇത് പറയുന്നത് ഇട്ടു. ഇങ്ങനെയൊക്കെ എൻ്റെ പെരുമാറ്റം. ഞാൻ അങ്ങനെ ഒരു ടിപ്പിക്കൽ ഈ രീതിയിൽ ഇങ്ങനെ വരച്ച വരയിൽ നിർത്തുന്ന ഒന്നുമല്ല ഞാൻ. അല്ല, ഇതൊരു ബുദ്ധിപരമായ പെരുമാറ്റമാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല, ഇത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിനകത്ത് ഫിറോസിലൊരു വില്ലൻ ഇല്ലേ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഇത്രയും ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് ഞാനൊരു വില്ലൻ ആയിരിക്കാം. എന്നെ വില്ലൻ എന്ന് മറ്റുള്ളവർ വിളിക്കുന്നതാണ് ഇഷ്ടം, പക്ഷെ സ്നേഹമുള്ള വില്ലനാണ് ഞാൻ. ഇതിനെ നിങ്ങൾ വില്ലൻ എന്ന് പറയുന്നത്. ഞാൻ സജനയ്ക്ക് ഒരു ചായ അതായത് ഇട്ട് കൊണ്ട് കൊടുത്ത് ഒരു മുത്തം കൊടുത്ത് ഈ ചായ കൊടുക്കുന്നതിന് നിങ്ങൾ വില്ലനാന്ന് പറയാൻ ഐ ആം എ വില്ലൻ.